PSC പരീക്ഷാ ക്രമക്കേട് ആരോപണത്തിൽ സർക്കാർ നടപടിക്ക് ഒരുങ്ങുന്നതിനിടെ PSC യോഗം ഇന്ന് ചേരും. ആസൂത്രണ ബോർഡിലെ പരീക്ഷാ ക്രമക്കേടിൽ ആഭ്യന്തര അന്വേഷണം PSC പ്രഖ്യാപിച്ചിരുന്നു. വിജിലൻസ് എസ്പിക്ക് പകരം പരീക്ഷാ കൺട്രോളറെ അന്വേഷണം ഏൽപ്പിച്ചതും വിവാദമായി മാറിയിരുന്നു. ഉന്നതതല അന്വേഷണത്തിലുള്ള വഴികൾ സർക്കാരും തേടുകയാണ്. PSC ആസ്ഥാനത്തിന് മുമ്പിൽ ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധവും ഉണ്ടാകും. അരുൺ തന്നെ ചേരുന്നുണ്ട്. അരുൺ, PSCയുടെ യോഗം ഇന്ന് വളരെ നിർണായകമായിട്ട് മാറുന്നുണ്ട്. പ്രത്യേകിച്ച് റാങ്ക് പട്ടികയിലുള്ളവർക്ക് കിട്ടുന്നില്ല ജോലി എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പരീക്ഷാ ക്രമക്കേട് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ നേരത്തെയും പറഞ്ഞിരുന്നതാണ്. ഇന്നത്തെ യോഗത്തിൽ എന്ത് പ്രതീക്ഷിക്കണം? ആസൂത്രണ ബോർഡിലെ ചീഫ് നിയമനമാണ് വിവാദമായത്. പരീക്ഷ എഴുതിയ ആളുകളുടെ 51 മാർക്ക് വാല്യൂ ചെയ്യാതെ പോയി എന്നുള്ളതാണ് വിവാദമായത്. അത് ഇഷ്ടക്കാർക്ക് വേണ്ടി അവിടെ നടത്തിയ നീക്കമെന്ന വിമർശനം ഉയർന്നു വന്നു. തുടർന്ന് PSC അക്കാര്യം പരിശോധിച്ചു. അവിടെ വീഴ്ച വന്നിട്ടുണ്ട് എന്ന വിലയിരുത്തൽ PSC നടത്തുകയും മൂല്യനിർണ്ണയം വീണ്ടും നടത്താൻ തീരുമാനിക്കുകയും ചെയ്തു. പക്ഷേ അതൊരു ക്ലറിക്കൽ എറർ മാത്രമായാണ്. ഏതെങ്കിലും തരത്തിൽ ആസൂത്രിതമായ ഒരു അട്ടിമറിയായോ അല്ലെങ്കിൽ അത്തരം പ്രശ്നമായോ PSC കാണുന്നില്ല. പകരം അവർ ഒരു ക്ലറിക്കൽ മിസ്റ്റേക്കായാണ് കാണുന്നത്. ഏതായാലും അത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. PSC വാർത്താക്കുറിപ്പിലൂടെ കഴിഞ്ഞ 29-ാം തീയതി പറഞ്ഞത് ഇതിൽ തെറ്റുപറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് PSCയുടെ ആഭ്യന്തര വിജിലൻസ് അന്വേഷിക്കുമെന്നുള്ളതാണ്. സാധാരണഗതിയിൽ ആഭ്യന്തര വിജിലൻസ് അന്വേഷണം അവിടെ SP പോലീസ് ഉദ്യോഗസ്ഥനായ SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥരുണ്ട്. ആ അന്വേഷണമാണ് ഇതിന് പ്രതീക്ഷിക്കപ്പെട്ടത്. പക്ഷേ അവിടെ നടന്നത് ഈ ആഭ്യന്തര വിജിലൻസിന്റെ കൺവീനർ പരീക്ഷാ കൺട്രോളറാണ് അന്വേഷിക്കുന്നത്. ആരും പോലീസ് അന്വേഷണം ഉണ്ടാകും അല്ലെങ്കിൽ പോലീസ് SP അന്വേഷിക്കുമെന്ന് ആരും പറഞ്ഞിട്ടില്ല. ആഭ്യന്തര വിജിലൻസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിനെ മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചതെന്ന വിലയിരുത്തലാണ് ഇപ്പോൾ PSCയുടെ ഭാഗത്തുണ്ടായത്. ഏതായാലും ഇത് അന്വേഷണത്തിൽ വെള്ളം ചേർക്കാനാണെന്ന വിമർശനം ഉയർന്നു വന്നു കഴിഞ്ഞു. ഇത് മാത്രമല്ല, ഈ ആസൂത്രണ ബോർഡിലെ ചീഫ് നിയമനങ്ങൾ മാത്രമല്ല, KAS കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, അതുപോലെ തന്നെ ഇൻഫർമേഷൻ അസിസ്റ്റന്റ് പരീക്ഷകളിലൊക്കെ ക്രമക്കേട് നടത്തുമെന്ന വിമർശനങ്ങൾ ഉയർന്നു വരുന്നു. നിരവധി പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിക്ക് ലഭിച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ മന്ത്രി ജനീഷ് ഇത് പരാതിയുമായി മുഖ്യമന്ത്രിയെ സമീപിച്ചു. അതുകൊണ്ട് തന്നെ ഇതൊരു ഉന്നതതല അന്വേഷണത്തിനുള്ള സാധ്യത ഉണ്ട്. വളരെ സെൻസിറ്റീവ് വിഷയമാണ്. ഒരു മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയ്ക്ക് വന്നതാണ്. അന്ന് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് അങ്ങനെ വിട്ടുകളയാൻ കഴിയുന്ന വിഷയമല്ല, കൃത്യമായ പരിശോധനകൾ ഉണ്ടാകും. പക്ഷേ PSC ഭരണഘടനാ സ്ഥാപനമാണ്. അവരുടെ അധികാരപരിധിയിലേക്ക് കടന്നു കയറി എത്രത്തോളം അന്വേഷണം നടത്താൻ കഴിയുമെന്ന സംശയം സർക്കാരിനുണ്ട്. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരത്തെ ഒരു നിയമോപദേശം തേടിയിരുന്നു. കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രിയും ഈ വിഷയത്തിൽ ഇടപെട്ടു. അദ്ദേഹവും നിയമോപദേശം തേടിയിട്ടുണ്ട്. വിജിലൻസിന് ഈ വിഷയം പരിശോധിക്കാമെന്ന് തന്നെയാണ് വിജിലൻസിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഏതായാലും ആ നിയമോപദേശത്തിന് ശേഷം വൈകാതെ സർക്കാർ തല അന്വേഷണം ഉണ്ടാകും. മറ്റന്നാൾ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നിർണായക തീരുമാനങ്ങൾക്ക് സാധ്യതയുണ്ട്. ഇന്ന് PSC യോഗം ചേരും. ഇപ്പോൾ വിവാദങ്ങളുടെ പശ്ചാത്തലം പരിശോധിക്കും. തങ്ങളുടെ ഭാഗത്ത് ക്ലറിക്കൽ മിസ്റ്റേക്ക് വന്നു, അത് പരിശോധിക്കുന്ന അപ്പുറത്തേക്ക് ഈ അന്വേഷണത്തിൽ ഒരു തരത്തിലുള്ള ഇടപെടൽ നടത്തിയിട്ടില്ല, വെള്ളം ചേർത്തിട്ടുള്ള നിലപാടാണ് PSCക്ക് ഉള്ളത്. ഏതായാലും ആ വിഷയം ചർച്ചയാകും. എന്തെങ്കിലും തുടർ നീക്കങ്ങൾ PSC നടത്തുമോ എന്ന് ഇന്നറിയാം. ഏതാണ്ട് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി PSC യോഗം അവസാനിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട നിർണായകമായ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാവിലെ 10 മണി മുതൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ സമരം PSC ആസ്ഥാനത്തിന് മുന്നിലുണ്ട്. വലിയ യുവാക്കളെ ബാധിക്കുന്ന വിഷയമാണ്. PSC ഏറ്റവും അധികം യുവാക്കൾ, ലക്ഷക്കണക്കിന് വരുന്ന യുവാക്കളും അവരുടെ കുടുംബാംഗങ്ങളും ഒക്കെ ഏറ്റവും പ്രതീക്ഷയോട് കൂടി കാണുന്ന ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ചിലപ്പോഴൊക്കെ ഇതിന്റെ ആരോപണങ്ങൾ ഉയർന്നു വന്നാലും PSCയുടെ വിശ്വാസ്യത പൂർണ്ണമായും നശിച്ചിട്ടില്ല. അതുണ്ടാകാതിരിക്കുന്ന നടപടികളാണ് സർക്കാരിന്റെ ഭാഗത്ത് ഇപ്പോൾ ഉള്ളത്. ഏതായാലും വലിയ ആശങ്ക ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ PSCയുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്നു എന്നത് വാസ്തവമാണ്. അതിന്റെ എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ആസൂത്രിതമായ ഗൂഢാലോചനയാണോ അല്ലെങ്കിൽ ഈ PSC പറയും പോലെ അവകാശപ്പെട്ട പോലെ ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് മാത്രമാണെന്ന കാര്യത്തിലൊക്കെ അന്വേഷണം മറുപടി നൽകും. ഏതായാലും നിർണായകമായ PSC യോഗം ഇന്ന് രാവിലെ ആരംഭിക്കും. PSC യോഗം ഇന്ന് ആരംഭിക്കും. അതിനുശേഷം തുടർന്നുള്ള നടപടികൾ തീരുമാനിക്കും. സർക്കാർ തല അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും മന്ത്രിസഭാ യോഗത്തിന് ശേഷം തീരുമാനമുണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. VV അരുണാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.